ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇന്ന് ലീവാണ്, അപ്പോൾ നമുക്ക് കുട്ടികളെ കാണാൻ പോയാലോ എന്ന്. വേറെ ആരെയല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ അടുത്തേക്ക് പോണ കാര്യം പറയുകയാണ്. കുറേയായി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാമെന്നുള്ള പ്ലാനൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ എല്ലാവരും. സ്വത്തുട്ടീനെ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി അവിടെ സെറ്റാക്കി ഇരുത്തിന് കേട്ടോ. അതാ ഷൂ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടങ്ങേറിൽ ഇരിക്കാൻ കേട്ടോ ആൾ. ഷൂ ഇട്ടിട്ട് അതിങ്ങനെ അഴിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾ. ഈ ഡ്രസ്സും ഈ വാച്ചും എനിക്ക് ഏട്ടൻ ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പാടെ റെഡിയായി. അപ്പം ഷൂമ്മ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും ഞാനും കുട്ടിയും മാത്രമാണ് കേട്ടോ പോയുള്ളൂ. ഏട്ടന് പിന്നെ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം അവിടെ എത്തി. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് കുട്ടീനെ എടുത്തുകൊണ്ട് പോയിട്ടോ. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കുട്ടികളുടെ കൈകൊട്ടുകളിയുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ നാത്തൂൻ തന്നെയാണ് കേട്ടോ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ കൈകൊട്ടുകളി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവർ. പിന്നെ പൊന്നു വന്നിട്ട് സ്വത്തുട്ടീനെ ഇങ്ങനെ എടുക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ചെല്ലണില്ല. വായോ വായോ കുറേ വിളിക്കട്ടെ, പക്ഷെ അവൻ പോണേ ഇല്ല. പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാനിരുന്നു. അപ്പോൾ അച്ചപ്പം ഫുള്ള് പൊട്ടിപ്പോയി, വല്ല കുഴപ്പമുണ്ടോ ചോദിക്കാൻ കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ നാത്തൂന്. അങ്ങനെ പതുക്കെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളവിടുന്ന് മെല്ലെ ഇറങ്ങി കേട്ടോ. അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങളവിടുന്ന് പോകുന്നു. നല്ല നേരം വൈകിട്ടുണ്ടായിട്ടോ. അതിൻ്റെ കൂടെ നല്ല മഴയും വരുന്നുണ്ടായി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.